തോരാത്ത മഴയിലും അവസാനമായി മിഥുനെ ഒരു നോക്ക് കാണാനെത്തിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇടയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപാണ് മിഥുൻ്റെ അമ്മ വീട്ടിലെത്തിയത്. ഇവിടെ വൈകാരികമായ ചില മുഹൂർത്തങ്ങൾക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു. വളരെയധികം വേദനയോടുകൂടി തന്നെ ഒരു 13-കാരൻ്റെ വിയോഗം ഈ നാട് മുഴുവൻ അറിഞ്ഞിരിക്കുന്നു. ഈ നാട് മുഴുവൻ ശരിക്കും ഒരു ജനസാഗരം പോലെ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മിഥുൻ എന്ന 13-കാരൻ മരണപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഒരിക്കലും നാളിതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു 13-കാരൻ്റെ വിയോഗം അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന, കണ്ണീരോടെ യാത്രാമൊഴി നൽകുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. വളരെയധികം വേദനയോടെയും സങ്കടത്തോടും കൂടി തന്നെ ഒരു 13-കാരൻ്റെ വിയോഗം ഈ നാട് മുഴുവനും ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ തോരാത്ത മഴയിലും ഈ മഴയെ വകവയ്ക്കാതെ ആയിരക്കണക്കിന് പേരാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഒരിക്കലും ശരിക്കും നിയന്ത്രിക്കാനാകാത്ത വിധം പൊട്ടിക്കരയുന്ന ചില മനുഷ്യരെ ഞങ്ങൾ കണ്ടു. ഒരിക്കൽ പോലും മിഥുനെ കണ്ടിട്ടില്ലാത്ത ചിലർ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിന്നെത്തുന്നു. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ മിഥുന് വേണ്ടി കണ്ണീരൊഴുക്കുന്നു. ശരിക്കും അങ്ങേയറ്റം വിഷമത്തോടെ വൈകാരികമായ ചില മുഹൂർത്തങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. നിയന്ത്രിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു വലിയ തിരക്ക് ഞങ്ങൾക്കിവിടെ അനുഭവപ്പെട്ടു. പോലീസിന് പോലും അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ജനപ്രതിനിധികൾക്കോ മറ്റാർക്കും തന്നെ നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആളുകളാണ് വന്നിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും അടക്കം നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഞങ്ങളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഒരുപക്ഷെ മിഥുനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളെയാണ് ഞങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം ആരാണ് മിഥുൻ, എന്താണ് കുട്ടിക്ക് സംഭവിച്ചതെന്നറിയാൻ വേണ്ടി എത്തിയ ആളുകളുടെ ഇടയിലേക്കാണ് നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു വലിയ ജനസമൂഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വീട് ഇന്ന് ഒരു കണ്ണീർ മഴയായി അവശേഷിക്കുന്ന ഒരു ഓർമ്മയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഏതായാലും വലിയ സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. ജനപ്രതിനിധികളടക്കം ഇവിടെ MP MLA അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും ഒരു 13-കാരൻ്റെ വിയോഗം നാളിതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നാം ഈ കാണുന്നത്. അങ്ങേയറ്റം വേദനയോടുകൂടി തന്നെ ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു 13-കാരൻ്റെ വിയോഗം ഏതു തരത്തിലാണ് അവന് അന്ത്യാഞ്ജലി അർപ്പിക്കേണ്ടതെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഒരുപക്ഷെ മിഥുനെ ആദ്യമായി കാണുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീകളായിരിക്കാം, കുട്ടികളായിരിക്കാം. ഇവരൊക്കെ തന്നെ തങ്ങളുടെ കൂട്ടുകാരനെ അല്ലെങ്കിൽ തങ്ങളുടെ അനുജനെ, തങ്ങളുടെ മകനെ ഒരു നോക്ക് കാണാൻ എന്നുള്ള രീതിയിൽ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടുകാരും അതോടൊപ്പം തന്നെ സഹപാഠികളും ഒക്കെ തന്നെ അവനെ കാണുകയാണ്. അവൻ്റെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഈ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിത്യവും വീടിനടുത്ത ഒരു അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന, തൊഴുവാൻ പോകുന്ന, ഏത് പ്രതികൂലമായ കാലാവസ്ഥ
കാലാവസ്ഥയാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും അമ്പലത്തിലേക്ക് പോയിട്ട് മാത്രം സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരികയാണ്. കാരണം അങ്ങേയറ്റം വിഷമത്തോടു കൂടി തന്നെ ഇവൻ്റെ കൂട്ടുകാരും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ പ്രതികരിക്കുന്നു. ഈ നാട് മുഴുവൻ ഇത്രയും വൈകാരികമായൊരു നിമിഷത്തിന് ഇതുവരെ സാക്ഷിയായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഒരു ജനസാഗരം ഇങ്ങോട്ടേക്ക് ഒഴുകുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടി മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. മിഥുൻ്റെ അമ്മ അല്പസമയത്തിനകം വന്നിരുന്നു. അങ്ങേയറ്റം വേദനയോടുകൂടി തന്നെ ഇനി ഒരിക്കലും ഒരാൾക്കും ഇത്തരത്തിലൊരു ചതി സംഭവിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിഥുൻ്റെ ഓർമ്മകൾക്ക് 1000 ബാഷ്പാഞ്ജലി.